നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാതിക്ക മരവും നിറഞ്ഞു നിൽക്കുന്ന ജാതിക്ക കായ്കളുമാണ്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ജാതിക്കയുടെ പുറംതൊലി വെച്ചിട്ട് എങ്ങനെ ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇതിന് നമ്മൾ പാകമെത്തിയ ജാതിക്ക പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വിടർന്ന് പൊട്ടി ജാതിപത്രിയും ജാതിക്കാക്കുരുവും താഴെ വീഴുന്ന പാകമാണ്. നമ്മൾ അച്ചാർ ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വീഴുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ആ ഒരു പാകത്തിന് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പുറംതൊല്ലിയായിട്ട് നമ്മൾ വേറെ എടുക്കുകയല്ല. ഇതിൻ്റെ ഒരു പാകത്തിന് ആയിട്ടുണ്ട്, ഇത് പാകം എത്തിയിട്ടുണ്ട്. മുറിച്ച് കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിൽ ജാതിപത്രിയും ജാതിക്കാക്കുരുവൊക്കെ കറുത്ത് പാകമായിട്ടുള്ളത് കാണാം. മറ്റേ പാകമായിട്ടില്ലെങ്കിൽ ജാതിപത്രിയും ജാതിക്കയൊക്കെ വെളുത്തിരിക്കും, അത് പാകമായിട്ടില്ല, അച്ചാറിടാനും പാകമായിട്ടില്ല. ഇതിപ്പോൾ പാകമായ പരുവം എത്തിയിട്ടുണ്ട്. ഇതിനി മരത്തിൽ വെച്ചിരുന്നാലും തന്നെ വിടർന്ന് പൊട്ടി താഴെ വീഴുകയേ ഉള്ളൂ, ജാതിക്കയും ജാതിപത്രിയും. അപ്പോൾ ഈ ജാതിക്ക തൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ റെഡിയാക്കുന്നത്. ഇതിന് നമ്മൾ ഇതിൻ്റെ കുരുവും ജാതിപത്രിയും മാറ്റിയതിന് ശേഷം ഇതിൻ്റെ പുറന്തോല് ഒരു കനം കുറഞ്ഞ രീതിയിൽ ചെത്തിയെടുക്കണം. കനം കുറഞ്ഞ രീതിയിൽ ചെത്താതെയും നമുക്ക് വെക്കാം, പക്ഷെ ചെത്തി വെക്കുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ്. ഇനി നൈസായി നീളത്തിൽ അരിയുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പുപൊടിയും ചെറുനാരങ്ങ നീരും ഒഴിച്ച് നമ്മൾ 1-2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇനി ഒരു ദിവസം മുഴുവനായാലും കുഴപ്പമില്ല. ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഇറങ്ങി ഉപ്പും പിടിച്ച് ഈ ജാതിക്കത്തൊണ്ടിൻ്റെ ഒരു ചവർപ്പ് രസം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. വയറിൻ്റെ ഒരുവിധ എല്ലാ ഗ്യാസ് മൂലമുള്ളതും കഫക്കെട്ട് മൂലമൊക്കെയുള്ള വയറുവേദനയും എല്ലാം നമുക്ക് ഈ ഒരു അച്ചാറിലൂടെ പരിഹരിക്കാവുന്നതാണ്. കുറഞ്ഞ അളവിലേ നമ്മൾ ഇത് കഴിക്കുകയുള്ളൂ. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ റെഡിയാക്കി കുനുകുന അരിഞ്ഞു വെക്കുക. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫ്രൈ പാൻ ഉപയോഗിക്കാം. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് ഈ ചെറുനാരങ്ങ വെച്ച ജാതിക്കത്തോട് തോല് നമ്മൾ
അടുത്തതായിട്ട് ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തെറിച്ച് പോകരുത്, കരിഞ്ഞ് പോകരുത്. അതിന് മുന്നേ ഒരടുപ്പ് വെച്ച് മൂടി കൊടുക്കുക. ആ അടുപ്പ് തുറന്ന് തന്നെ ഒന്ന് കൂട്ടുമ്പോൾ ഉലുവയും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഉലുവ കുറഞ്ഞ അളവിൽ മതി. നമുക്ക് ഫ്ലെയിം കാശ്മീരി അച്ചാർ പൊടിയായാലും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മസാലയാലും ഇട്ട് കൊടുക്കാം. മസാലയും ചേർത്താലും അത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിന് ശേഷം ഇട്ട് ലാസ്റ്റ് നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം നമ്മൾ കുറയ്ക്കുന്ന സാധനമാണ് ജാതിക്കയും. ജാതിക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളവും ഒക്കെ നമുക്ക് കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്നതാണെന്ന് വായിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല കുപ്പി ഭരണിയിൽ എടുത്ത് സൂക്ഷിച്ച് അടച്ചു വെക്കാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നനവുള്ള സ്പൂൺ കൊണ്ട് എടുക്കരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള വൃത്തിയുള്ള സ്പൂൺ കൊണ്ട് തന്നെ എടുക്കുക. വീണ്ടും ആ സ്പൂൺ തന്നെ അതിലേക്ക് ഇട്ട് കോരിയെടുക്കരുത്. അത് ശ്രദ്ധിച്ചാൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഈ അച്ചാർ കേടുകൂടാതെ നല്ല രുചിയോടെ ഉപയോഗിക്കാം.